Hi dears, welcome back to Mayflower. Today we are discussing the poem There is a Certain Slant of Light by Emily Dickinson. It is a topic that is included in the paper American Literature. It is for the second sem PG students of Calcutta University. MA second sem ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്ത കുട്ടികൾക്കുള്ള പേപ്പറാണ് അമേരിക്കൻ ലിറ്ററേച്ചർ. ആ പേപ്പറിലെ ഒരു ടോപ്പിക്കാണ് There is a Certain Slant of Light. It is a poem by Emily Dickinson. Emily Dickinson is a famous American transcendental poet, and most of her themes are death, despair, hopelessness, etc. എമിലി ഡിക്കിൻസന്റെ കവിതകളിൽ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത് മരണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നിരാശ, പ്രതീക്ഷയില്ലായ്മ, ഇതൊക്കെയാണ് ജീവിതത്തിലെ ആ ഒരു നിരർത്ഥകതയൊക്കെയാണ് അവരുടെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ സീ ഡെസ്പെയർ ആൻഡ് ഡെത്ത്. മരണത്തെക്കുറിച്ചും നിരാശയെക്കുറിച്ചുമാണ് ഇവിടെയും പറയുന്നത്. ആൻഡ് ലൈക്ക് മോസ്റ്റ് ഓഫ് ഹെർ പോംസ് ഇറ്റ് ഈസ് ഓൾസോ ആംബിഗ്വസ്. ഈ കവിതയും ഒരു നിഗൂഢത നിറഞ്ഞ കവിതയാണ്. The poem pictures a slant of winter sunlight prompts the reader or the speaker to reflect on the nature of religion, death and despair. ഇവിടെ സ്പീക്കർ ഒരു പ്രകാശം കാണുന്നു. അതായത് വിന്റർ സീസണിൽ, വിന്റർ ആഫ്റ്റർനൂണിൽ അവരിയ്ക്കുന്ന സമയത്ത് ആ ഒരു പ്രകാശം കാണുന്നു, സൂര്യന്റെ ആ ഒരു പ്രകാശം കാണുന്നു. ആ പ്രകാശം കാണുന്ന സമയത്ത് ഇറ്റ് ഇവോക്സ് സർട്ടൻ ഫീലിങ്സ് ഇൻ ദ സ്പീക്കർ. ആ സ്പീക്കറിൽ ആ ഒരു പ്രകാശം ചില ഇമോഷൻസ്, ചില ചിന്തകൾ ഉണർത്തുന്നു, ചില വികാരങ്ങൾ ഉണർത്തുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് സച്ച് ഫീലിങ്സ് ആർ ഇൻപാക്ട് ദ മെസ്സേജ് ഫ്രം ഗോഡ്. എമിലി ഡിക്കിൻസൺ കരുതുന്നത് ഈ ചിന്തകൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആണ് എന്ന് കരുതുന്നു. ആൻഡ് ഈ വിന്റർ സീസണിന്റെ പ്രത്യേകത, ദ സീസൺ is a season of hopelessness. Winter season is a season of hopelessness. പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സീസണാണ് വിന്റർ സീസൺ. കാരണം ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രകൃതിയൊക്കെ തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു സമയമാണ്. സോ ദ സീസൺ റെപ്രസെന്റ്സ് hopelessness and despair. Then we can move on to the poem. There is a certain slant of light. ഇനി ഇവിടെ ലൈറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് ഹോപ്പ് ആൻഡ് എനർജി. ലൈറ്റ് എന്നുള്ളത് ലൈഫാണ്, അതോടൊപ്പം തന്നെ എനർജി, അതിൻ്റെ ഒക്കെ സിംബലാണ് ലൈറ്റ്. സ്ലാൻഡ് ഓഫ് ലൈറ്റ് മീൻസ് നേരിയ പ്രതീക്ഷ എന്നുള്ള ഒരു അർത്ഥവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദർ ഈസ് എ സർട്ടൻ സ്ലാൻഡ് ഓഫ് ലൈറ്റ് വിന്റർ ആഫ്റ്റർനൂൺസ്. അവിടെ വിന്റർ ആഫ്റ്റർനൂൺസ് എന്നുള്ളത് WAM ക്യാപിറ്റലൈസേഷൻ ആണ്. That means such feelings are common to all humanity. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തോന്നുന്ന ഒരു വികാരമാണ് ആ ഒരു ഡെസ്പെയർ, അല്ലെങ്കിൽ ആ ഒരു നിരാശ എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. There is a certain slant of light winter afternoons. അവിടെ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ തന്നെ ലാറ്റർ ഹാഫ് ഓഫ് ദ ഡേ, ഒരു ദിവസത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള പകുതി ഭാഗമാണ്. ആ ഒരു ഷോർട്ട് പീരീഡ് ആണ് ദ ഷോർട്ട് പീരീഡ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ആ ഒരു നൈമിഷികമായിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഒപ്രസസ്, ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രകാശം ഒപ്രസ് ചെയ്യുക മീൻസ് അടിച്ചമർത്തുന്നു. ഏതിനെയാണ്? ലൈക്ക് ദ ഹെൽത്ത് ഓഫ് കത്തീഡ്രൽ ടൂൾസ്. ഹെൽത്ത് മീൻസ് ദ സൗണ്ട് ഓഫ് കത്തീഡ്രൽ ടൂൾസ്. കത്തീഡ്രൽ വലിയ പള്ളിയിൽ നിന്ന് ഉയരുന്ന മണിയൊച്ച പോലെ, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പോലെ ഓർഗൻ മ്യൂസിക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചില പാട്ടുകൾ, പള്ളിയിലെ ആ ഒരു ഓർഗൻ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വികാരങ്ങൾ ഉണ്ടാകും. ഒരു നിരാശയാകാം, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന് നിരർത്ഥകത ആകാം. അങ്ങനെയുള്ള വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഈ ഓർഗൻ മ്യൂസിക്, പള്ളികളിലെ ഓർഗൻ മ്യൂസിക് ഉണ്ടാക്കുന്നത് പോലെ ഈ ബീംസ് ഓഫ് ലൈറ്റ് ക്യാൻ ഇവോക്ക് സർട്ടൻ ഫീലിങ്സ് ഇൻ അവർ മൈൻഡ്. ഈ ഒരു പ്രകാശ കണത്തിന് നമ്മുടെ ഉള്ളിൽ പല പല വികാരങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് ഹെവൻലി ഹേർട്ട് ചെയ്യുക, മുറിപ്പെടുത്തുക, സ്വർഗീയമായ മുറിപ്പെടുത്തലാണത്. ഹിയർ വി ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓക്സിമറോൺ. ഹെവൻലി എന്നുള്ള വാക്ക് സ്വർഗീയമായിട്ട് ഒരിക്കലും നമ്മൾ മുറിപ്പെടുത്തില്ല. അതായത് ഗോഡ് നെവർ വാണ്ട്സ് ടു ഹേർട്ട് അസ്. നമ്മളെ ഒരിക്കലും ദൈവം
ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ രണ്ട് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് ചേർത്തിരിക്കുന്നത്. സോ ഹിയർ വി കൻ സി oxymoron. Oxymoron is a figure of speech in which two contradictory ideas are yoked together. Here, heavenly heard, it gives us, we can find no scar. ഈ വികാരങ്ങൾ നമ്മളിൽ തോന്നുന്ന സമയത്ത്, ദാറ്റ് മീൻസ് വൈൽ ഹിയറിംഗ് ദ ഓർഗൻ മ്യൂസിക് ഇൻ കത്തീഡ്രൽ, നമുക്കത് കേൾക്കുന്ന സമയത്ത് certain feelings evoke in our mind. ചില വികാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. ആൻഡ് ദാറ്റ് ഇമോഷൻസ് മേ ബി ഡെസ്പെയർ ഓർ ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ നിരാശയാകാം, ഓർ ദ ഹോപ്പ്ലെസ്നെസ് ഇൻ ലൈഫ്, ജീവിതത്തിലെ പ്രതീക്ഷയില്ലായ്മയാകാം. ആൻഡ് ദർ ഈസ് നോ സ്കാർ ഔട്ട്വേർഡ്ലി. നമുക്ക് ഒരു സ്കാർ മീൻസ് മുറിവ്, അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങിയ പാട്, നമ്മുടെ ഉള്ളിലുള്ള ആ മുറിവിൻ്റെ ഒരു അടയാളമാണ്. അത് നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലായിരിക്കും ആ ഒരു മുറിവുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വികാരങ്ങൾ നമ്മളെ മുറിപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലാകാം. ആൻഡ് നോ വൺ ക്യാൻ ഫൈൻഡ് എനി സ്കാർ ഔട്ട്വേർഡ്ലി. ബട്ട് ഇന്റേണൽ ഡിഫറൻസ് വെയർ ദ മീനിങ്സ് ആർ, വി ക്യാൻ ഫീൽ ദ മീനിങ്സ് ഇൻ അവർ ഹാർട്ട്. None may teach it, or none may teach it means no one can teach this feeling. ആർക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു വികാരം എന്താണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു നിരർത്ഥകത എന്താണെന്ന് പറയാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. ഇനി ഇറ്റ് ഈസ് ദ സീൽ ഡെസ്പെയർ. അതെന്താണ്? ഇറ്റ് ഈസ് എൻ ഇമോഷൻ ഓഫ് ഡെസ്പെയർ, നിരാശയാണ്. An imperial affliction sent us of the air. Air means the heaven or God എന്നുള്ള അർത്ഥത്തിലാണ്. It is an imperial, നേരത്തെ നമ്മൾ പറഞ്ഞ ഹെവൻലി എന്നുള്ള വാക്കിന്റെ സമാനമായിട്ടുള്ള ഒരു വാക്കാണ് റോയൽ. ഇമ്പീരിയൽ മീൻസ് റോയൽ. റോയൽ അഫ്ലിക്ഷൻ, ഇതൊരു റോയൽ അഫ്ലിക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ മെസ്സേജ് ഫ്രം ഗോഡ് ഓർ ഹെവൻ. And sent by the air means that message is sent through the air by God. ദൈവം നമുക്ക് അയച്ചു തന്ന ആ ഒരു മെസ്സേജ് ആണ് ഈ ഒരു ഡെസ്പെയർ. Then when it comes, ഇനി ഈ ഒരു ഇമോഷൻസ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് the landscape listens. The landscape began to listen. That means there is no change in the landscape. That means the landscape or the air seems to be static. ഈ ഒരു വികാരം നമ്മളിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഒരു നിരാശ അല്ലെങ്കിൽ നിരർത്ഥകത തോന്നുന്ന സമയത്ത്, we can see no movement in the air or in nature. പ്രകൃതിയിൽ ഒരു മാറ്റവും നമുക്ക് തോന്നുകയില്ല. അതായത് നദി ഒഴുകുന്ന കണ്ടാലോ അല്ലെങ്കിൽ മരങ്ങളുടെ ഇലകൾ കാറ്റിലാടുന്ന കണ്ടാലോ ഒന്നും നമുക്കൊന്നും തോന്നില്ല. അതേസമയം നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ we can enjoy all these things. നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ നിരാശയിലാകുന്ന സമയത്ത് we cannot enjoy, or it seems that all things in nature are static. Static means not moving. അത് ചലിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഒരു മാറ്റവും ഇല്ലാത്തതാണെന്ന് നമുക്ക് തോന്നും. ഷാഡോസ് ഹോൾഡ് their breath. ഷാഡോസ്, നിഴലുകളും നമ്മൾ നടക്കുന്ന സമയത്ത്, വെയിലനുസരിച്ച് നിഴൽ വരുന്ന സമയത്ത് നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ നിരാശയുള്ള സമയത്ത് we cannot enjoy such things. Hold their breath when it goes. ഇനി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ it is like the distance on the look of death. ഈ വികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ we become corpse. നമ്മൾ ശവശരീരങ്ങളായി മാറും. ദാറ്റ് മീൻസ് ഈ വികാരങ്ങളൊന്നും ഇല്ല എങ്കിൽ വികാരങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരു ഡെഡ് ബോഡി പോലെയായി മാറും നമ്മൾ. That means we cannot enjoy nature or our life. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു this poem is also ambiguous. വളരെ ആംബിഗ്വസ് ആണ്, നിഗൂഢമായിട്ടുള്ള ഒരു കവിതയാണ്. എമിലി ഡിക്കിൻസന്റെ കവിതകളുടെയൊക്കെ പ്രത്യേകത മരണവും നിരർത്ഥകത, അതേപോലെ തന്നെ നിരാശ, ഇതൊക്കെയാണ് അവരുടെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Here also she explains death and the hopelessness or despair in our life. In this poem, the poet used a lot of themes like nature and importance of its meaning, God and religion, alienation and loneliness and death.
ഈ കവിതയിൽ നമുക്ക് ധാരാളം തീമുകൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടുള്ളത് ഡെത്ത്, ഡെസ്പെയർ, ഹോപ്പ്ലെസ്നെസ്, അതോടൊപ്പം തന്നെ ഗോഡ് ആൻഡ് റിലീജിയൻ, ഹെവൻലി ഹേർട്ട് പറഞ്ഞു. അതേപോലെ തന്നെ കത്തീഡ്രൽ ഓർഗൻ അല്ലെങ്കിൽ കത്തീഡ്രൽ സൗണ്ട് ഓഫ് കത്തീഡ്രൽ ഓർഗൻ, അതൊക്കെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഏലിയനേഷൻ ആൻഡ് ലോൺലിനെസ്, ഏകാന്തത, അതേപോലെ തന്നെ ഒറ്റപ്പെടൽ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് the poem has a lot of poetic devices. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെറ്റഫർ. Imperial affliction, census of the air, it is an example of metaphor. പിന്നീട് ഓക്സിമറോൺ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹെവൻലി ഹേർട്ട് എന്നുള്ളത്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓക്സിമറോൺ. Oxymoron is a poetic device in which we can see the combination of two contradictory ideas. These are the main points. Hope you enjoyed it. Thank you.